Good morning. Good morning. Okay. നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ അവിടെ വരെയല്ലേ പറഞ്ഞത് അല്ലെ? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ സാധാരണയായിട്ട് ഡെഫിഷ്യൻസി കാണുന്ന അല്ലെങ്കിൽ ഉണ്ടാവാത്ത ഏരിയകള്. ഓക്കെ, എല്ലാ പോയിന്റ്സും നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞില്ലേ? 8 പോയിന്റ്സും കഴിഞ്ഞില്ലേ? യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. പല ടൈപ്പ് ഓപ്പറേഷൻ തിയേറ്റർ ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് നമുക്ക് 3 തരത്തിലാണ് പറയുന്നത്. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ദെൻ രണ്ടാമത്തെ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, തേർഡ് വൺ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. പേരുകളെ പേജ് നമ്പർ 1 മഞ്ജുഷിക്ക് ഷെയർ ചെയ്ത് കൊടുക്കോ? ാണ് 61. ഫസ്റ്റ് മൊഡ്യൂളിലെ 12ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. 12. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? നിങ്ങക്ക് കാണുന്നില്ലേ? ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല? ഓക്കെ ഓക്കെ, ഇല്ല. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? നോക്കിയേ. യെസ് അല്ലേ? അപ്പൊ നോക്കിയേ, നമ്മൾ പറഞ്ഞത് പലതരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ്. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ദെൻ സെക്കൻഡ് വൺ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, തേർഡ് വൺ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ ഫസ്റ്റ് നോക്കിയേ, എന്താണ് ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്? Prefabricated modular operation theatre is a finished steel structure with jointless sterile coating that provides a high quality finish. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മൾ നോക്കാം, ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ റൂം തന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാണ്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒരു ഹോസ്പിറ്റലിലെ റൂം തന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാണ്. അത് അങ്ങനെ കൺവേർട്ട് ചെയ്യാണ്. ഹോസ്പിറ്റലിലെ സാധാരണ ഒരു റൂം ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാന്ന് നോക്കിയേ, ജോയിൻലെസ് ആയിട്ട് ഒത്തിരി ജോയിന്റ്സോ കാര്യങ്ങളോ ജോയിൻലെസ് ആയിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചർ. എന്തുകൊണ്ട് അത് ഉണ്ടാക്കുന്നത്? സ്റ്റീൽ കൊണ്ടാണ്. ജോയിൻലെസ് സ്റ്റീൽ സ്ട്രക്ചർ, അത് ആ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള കോട്ടിങ്, സ്റ്റെറൈൽ ആയിട്ടുള്ള അണുയുക്തമായിട്ടുള്ള വേറെ നമ്മള് ജെഫ്രി ആയിട്ടുള്ള എല്ലാം സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു കോട്ടിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഹൈ ക്വാളിറ്റിയിൽ ഫിനിഷ് ചെയ്ത് അങ്ങനെ ആ ഒരു അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ സെറ്റ് ചെയ്യാണ്. അവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്ത, അതായത് ഹോസ്പിറ്റലിലെ റൂം തന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അവിടെ എന്ത് ഉപയോഗിക്കുന്ന? ജോയിൻലെസ് ആയിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നല്ല സ്റ്റെറൈൽ കോട്ടിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഹൈ ക്വാളിറ്റിയിൽ അല്ലെ, നല്ല ക്വാളിറ്റിയിൽ ഫിനിഷിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇത് എന്തിനാ? ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമാണ്. നമ്മളൊരു വലിയൊരു ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ്
സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി ഇതൊക്കെ ആവും അതിന്റെ. അപ്പൊ അതുകൊണ്ട് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ഓൾറെഡി ഉള്ള ഒരു റൂം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കണ്ടോ? അപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ടാകും. പ്രധാനമായിട്ട് എന്താണ്, അതിന്റെ പാനലുകള് സ്റ്റീൽ ഉപയോഗിച്ചാൽ ചെയ്യുന്നത്. അതിന്റെ പാനലുകള് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് ഫ്ലെക്സിബിൾ ആണ്, നല്ല ഈസി ആയിട്ട് നമുക്ക് എന്താ പറയാ മോഡിഫൈ ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ അതിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് താഴെ പറയുന്നുണ്ട്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഹോസ്പിറ്റലിലെ റൂം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അവിടെ എന്താ ഉപയോഗിക്കുന്നത്, ജോയിൻലെസ് ആയിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഒരു സ്റ്റെറൈൽ ഫ്ലോട്ടിങ് പ്രൊവൈഡ് ചെയ്ത് ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കൺസ്ട്രക്ട് ചെയ്യാണ്. അത് നമുക്കൊരു ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. അതിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് ആണ് താഴെ പറയുന്നത്. അപ്പൊ ആ ഫസ്റ്റ് സെന്റൻസ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Prefabricated modular operation theatre is a finished steel structure. ആ ഒരു സെന്റൻസ് കേട്ടോ. സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ്, ഗ്ലാസ് ഉപയോഗിച്ചൊക്കെ ചെയ്യാം, എന്തായാലും പ്രിഫറൻസ് നമ്മൾ സ്റ്റീൽ തന്നെയാണ്. അതാണ് എടുത്ത് പറഞ്ഞേക്കണേ. സ്റ്റീൽ സ്ട്രക്ചർ കണ്ടോ, സ്റ്റീൽ ഉപയോഗിച്ച് അതിന്റെ പാനലുകൾ സ്റ്റീലായിരിക്കുന്നു. ഇനി അങ്ങനെ നമ്മൾ നിർമ്മിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അത് ചോദിക്കാറുണ്ട് കേട്ടോ. 7 പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കണേ. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് നോക്കിയേ. റാപ്പിഡ് കൺസ്ട്രക്ഷൻ, നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ നിർമ്മിക്കാൻ പറ്റും. ഒന്നാമത്തെ ആ ഒരു ബെനിഫിറ്റ് എന്താണ്, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ റാപ്പിഡ് കൺസ്ട്രക്ഷൻ. എന്താണ്, പെട്ടെന്ന് തന്നെ നമുക്ക് അത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, നിർമ്മിക്കാൻ പറ്റും. അടുത്ത് നോക്കിയേ, പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. നമ്മൾ പറഞ്ഞില്ലേ സ്റ്റെറൈൽ കോട്ടിംഗ് ആണെന്ന്. അതുകൊണ്ട് തന്നെ എന്താ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണ്, പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്ത്, കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത് അല്ലേ, മലിനീകരണം, ഇതൊക്കെ നമുക്ക് തടയാൻ പറ്റും. പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്, മലിനീകരണമൊക്കെ നമുക്ക് അതിൽ കൂടെ തടയാൻ പറ്റും. ലോങ് ഡ്യൂറബിലിറ്റി, മൂന്നാമത്തെ പോയിന്റ് എന്താ, കുറെ നാള് നിൽക്കും. സ്റ്റീലൊക്കെ ആയതുകൊണ്ടേ പെട്ടെന്ന് അത് ചീത്തയാവില്ല, കുറെ നാള് നിൽക്കും. ലോങ് ഡ്യൂറബിലിറ്റി, ലോങ് ഡ്യൂറബിലിറ്റി. അടുത്തത് നാലാമത് നോക്കിയേ, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. കണ്ടോ, ഇത് നല്ല സ്ട്രോങ് ആണ്, സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ്, അതുപോലെ ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ആയതുകൊണ്ട്, ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ എന്താ, ഒരു പഴവഴക്കമുള്ളതാണ്. അതായത് നമുക്ക് എന്താ ഒത്തിരി റിജിഡ് ആയിട്ടുള്ളതല്ല അല്ലെ, നമ്മളൊക്കെ അത് മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്താൻ പറ്റും. അതാണ് ഫ്ലെക്സിബിൾ ആണ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഇനി ഫ്യൂച്ചറിൽ നമ്മളത് കുറച്ചുകൂടി അത് എക്സ്പാൻഡ് ചെയ്യുന്നെങ്കിൽ അത് പറ്റും. ഫ്യൂച്ചറിൽ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുന്നെങ്കിൽ എന്താ പറയാ, അത് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. കല്ലുമണ്ണും അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ, കല്ലുമണ്ണല്ല സിമെന്റും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പണിയുന്ന ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, അത് പൊളിച്ചിട്ട് അല്ലെങ്കിൽ ആ ഇതൊക്കെ കളഞ്ഞിട്ട് വേണം അവിടെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ. ഇത് ഫ്ലെക്സിബിൾ ആണ്, പിന്നെ സ്റ്റീൽ സ്ട്രക്ചർ ആണ്, അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. കേട്ടോ, സ്ട്രോങ് ആണ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്, അതുകൊണ്ട് തന്നെ എന്താണ്, ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കിയേ, എയ്ഡ്സ് ഓഫ് മെയിൻ്റെനൻസ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഈസി എന്നാട്ടോ അർത്ഥം. അതായത് നമുക്ക് അറ്റകുറ്റപ്പണികളൊക്കെ ഈസിയാണ്, മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നല്ല പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കിയേ, ഇൻസ്റ്റോളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്. നമുക്ക് എന്താ പറയുക, ഇൻസ്റ്റോൾ ചെയ്യാം എക്യുപ്മെന്റ്സ്, പല ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മള് എക്യുപ്മെന്റ്സിനെയൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന, അത് അത്രയും എന്താ പറയുക, ഒരു സ്ട്രോങ് ആണെന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അത്രയും സ്ട്രോങ് ആണ്. അതുപോലെ അത് ഇൻസ്റ്റോൾ ചെയ്യാനും പറ്റും. ഇൻസ്റ്റലേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്സ് ഇൻസ്റ്റോൾ ചെയ്യാം, അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ
അത്രയും സ്ട്രോങ് ആയിരിക്കും അത്. ദെൻ അടുത്തത് ഏഴാമത്തെ നോക്കിയേ, പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ഇൻസ്റ്റലേഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഹാർഡ്നെസ് ഓഫ് ദ സ്ട്രക്ചർ. അതായത് നമുക്ക് എന്തെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യണമെങ്കിൽ ആ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപകരണങ്ങൾ അതിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും. അതായത് അങ്ങനെയുള്ള ഒരു ഓപ്പണിങ് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന്. ഇപ്പൊ നമ്മൾ വലിയ വലിയ ഉപകരണങ്ങളൊക്കെ ആണെങ്കിലും ആ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് എന്താ ഒരു ചെറിയ ഭാഗമൊക്കെ നമുക്ക് മാറ്റും, ഒരു ഓപ്പണിങ് പോലെ ആക്കി നമുക്ക് അതിലേക്ക് കൊണ്ടുവന്ന് എന്താ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് പിന്നെ അത് നമുക്ക് അങ്ങനെ തന്നെ അവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന്. മനസ്സിലായോ? ഓപ്പണിങ് അതായത് നമുക്കൊരു വ്യവസ്ഥയുണ്ട്, എന്താണ് ആവശ്യമെങ്കിൽ നമുക്ക് തുറന്നത് കൊടുക്കാം, അതിന്റെ ഒരു ഫ്രെയിം അല്ലെങ്കിൽ അത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എക്യുപ്മെന്റ്സ് വെക്കാം, വെച്ച് കഴിഞ്ഞിട്ട് ആ ഫ്രെയിം തിരിച്ച് അതിനകത്ത് പിടിപ്പിക്കാം കേട്ടോ. അത് അതിന്റെ ആ സ്ട്രക്ചറിനെ ബാധിക്കുന്നില്ല എന്ന്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റ്സ് പറയുന്നത്. പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യാം, കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാം, കുറെ നീണ്ട് ചീത്തയാവൂലാണ് പെട്ടെന്ന് ഒന്നത്, കുറെ നാള് നീണ്ടു നിൽക്കും, പിന്നെ സ്ട്രോങ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ്റനൻസ് അറ്റകുറ്റപ്പണികളൊക്കെ എളുപ്പമാണ്. പിന്നെ എക്യുപ്മെന്റ്സിന്റെ സപ്പോർട്ട്, പിന്നെ അതുപോലെ തന്നെ അത് ഇൻസ്റ്റോൾ ചെയ്യാനും പറ്റും. പിന്നെ എന്താണ് അവിടെ അങ്ങനെ ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് ഒരു ഓപ്പണിങ് നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റും. അതായത് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് അതിന്റെ ആ ഫ്രെയിം അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ വലിയ എക്യുപ്മെന്റ്സ് അകത്തേക്ക് വെക്കാം, തിരിച്ച് നമുക്ക് അവിടെ തന്നെ അത് ഫിക്സ് ചെയ്യാം. അതിന്റെ സ്ട്രക്ചറിനെ ഒന്നും അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് പോയിന്റ്സുകൾ നോക്കി വെക്കണം കേട്ടോ. അപ്പൊ അവിടെ ചോദിക്കാം ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. ഏത് പോയിന്റ്സും നോട്ട് ചെയ്തിടാം. ഇനി രണ്ടാമത്തെയാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. അതറിയാലോ, ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഇന്റഗ്രേറ്റ് ചെയ്യാം എന്താണ്? ഒരു സംയോജിപ്പിക്കുക എന്നുള്ളത് അല്ലെ. അതായത് നമുക്ക് മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ സിസ്റ്റത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ്, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഇത് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ ആദ്യത്തെ പറഞ്ഞു, അതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അതായത് എന്താ? ഫങ്ഷണലി ലിങ്കിങ് ദ OT എൻവയോൺമെന്റ്, അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. പുതിയ പുതിയ ടെക്നോളജികള് അതെന്തൊക്കെയാണെന്ന് നോക്കിയാ അവിടെ. ദിസ് കൺസിസ്റ്റ് ഓഫ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ. ദിസ് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഇൻഫർമേഷൻ. അതായത് പേഷ്യന്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മോണിറ്റർ ചെയ്യൂല പേഷ്യൻസിനെ. നമ്മൾ സർജറി ഒക്കെ സമയത്ത് കൃത്യമായിട്ട് പേഷ്യൻസിന്റെ വിവരങ്ങൾ മോണിറ്റർ ഒക്കെ ചെയ്യാനായിട്ടുള്ള അതേപോലെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, ഓഡിയോ അതുപോലെ വീഡിയോ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ആണെങ്കിലും എന്താ പറയാ, സർജറി ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ CD ഒക്കെ കിട്ടൂലേ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് കാണാലോ അല്ലെ, എങ്ങനെയാണ് ചെയ്തത്, കുറച്ചുകൂടി ക്ലിയർ ആണ്. അവിടെ നമുക്ക് വേറെ മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും വരാൻ ഇതില്ല അല്ലെ. അങ്ങനെ CD ഒക്കെ കിട്ടൂലേ സർജറി ചെയ്തതിന്റെ ഒക്കെ വേണമെങ്കിൽ ഇല്ലേ? കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, അത് ഓർത്ത് വെക്കാം കേട്ടോ. പേഷ്യൻസിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓഡിയോ, വീഡിയോ, പിന്നെ സർജിക്കൽ ലൈറ്റുകൾ, നമ്മുടെ അഡ്വാൻസ്ഡ് ലൈറ്റുകള്, റൂം ലൈറ്റുകള്, AC, അതുകൂടാതെ AC ഉണ്ടാവും, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയെല്ലാം ഉൾപ്പെടുന്ന ഇതിന്റെയൊക്കെ ഒരു ഇന്റഗ്രേറ്റഡ് ആണ്, എല്ലാം കൂടി മെഡിക്കൽ ആൻഡ് സർജിക്കൽ സിസ്റ്റത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്, സർജറി ചെയ്യുന്ന സമയത്തെ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ള ആ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ട് സർജിക്കൽ ടീം വേറെ ഡോക്ടറോ ഒക്കെ ആണെങ്കിലും അവരുമായിട്ട് ഡിസ്റ്റൻസിലിരിക്കുന്ന ഡോക്ടേഴ്സുമായിട്ടൊക്കെ നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അവർക്ക് ഈ വീഡിയോ നേരെ കാണാൻ പറ്റും. ഇവിടെ സർജറി ഇപ്പൊ നമ്മൾ അങ്ങനെ റെഫറൻസിനൊക്കെ വേറെ ഇപ്പൊ അമേരിക്കയിലുള്ള ഡോക്ടറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഡോക്ടർ കൂടി ഇതിനകത്ത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി നടക്കണമെങ്കിൽ ഈ ഇവിടൊക്കെ സർജറി ചെയ്യുന്ന നമ്മുടെ സർജറി ചെയ്യുന്ന ആ വീഡിയോ ക്ലിപ്പ് നമുക്ക് നേരെ അവർക്ക് അവിടെ സിസ്റ്റത്തിൽ
സിസ്റ്റത്തിൽ കാണാൻ പറ്റും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഇതൊക്കെ ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ, സർജറി ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും അഡ്വൈസുകൾ കൊടുക്കണമെങ്കിൽ നേരെ ആ സർജറി ചെയ്യുന്നത് നോക്കിക്കൊണ്ട് തന്നെ പറയാൻ പറ്റും. കണ്ടോ, അത്രയും അഡ്വാൻസ്ഡ് ആണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ എൻവയോൺമെന്റ് ഏതാണ്? അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ കൺസിസ്റ്റ് ഓഫ് ഡാഷ് എന്തൊക്കെ? പേഷ്യന്റ് ഇൻഫർമേഷൻ, ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റ്, റൂം ലൈറ്റ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാ. ഇനി അടുത്ത മൂന്നാമത്തെ ടൈപ്പാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, a surgical theater is equipped with the modern medical devices. ഏതൊക്കെയാ മോഡേൺ മെഡിക്കൽ ഡിവൈസസ് നോക്കിയേ? ഇമേജിംഗ് ഡിവൈസസ് ലൈക്ക് C-arms. C-arms എന്ന് പറഞ്ഞാൽ എന്താ? C-arm പഠിച്ചിട്ടുണ്ടല്ലോ. റിയൽ ടൈം എക്സ്റേ ഇമേജ് കിട്ടുന്നതാണ് കേട്ടോ. ആ ഇമേജിംഗ് സിസ്റ്റം ആണ് റിയൽ ടൈം എക്സ്റേ ഇമേജിംഗ് സിസ്റ്റം ആണ് C-arms. അതായത് നമ്മൾ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഇമേജ് നമുക്ക് അവിടെ കിട്ടും, എക്സ്റേ ഇമേജ് നമുക്ക് കിട്ടും. അതേപോലെയുള്ള സിസ്റ്റം ആണ് C-arms എന്ന് പറയുന്നത്. അതായത് C-arm എന്ന് പറഞ്ഞാൽ അത് ആ ഷേപ്പാണ്, C ഷേപ്പിലായിരിക്കണേ. നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ, സേഫ്റ്റിക്ക് ഇതൊക്കെ ആയിട്ടും നമുക്ക് ആ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എക്സ്റേ ഇമേജ് കിട്ടുകയാണ്. റിയൽ ടൈം എക്സ്റേ ഇമേജിംഗ് സിസ്റ്റം ആണ് C-arms എന്ന് പറയുന്നത്. പിന്നെ CT സ്കാനേഴ്സ് ഉണ്ട്, MRI സ്കാനേഴ്സ് ഉണ്ട്. കണ്ടോ, ഇത്രയൊക്കെ അത്രയും മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസ് ഉണ്ട്. എന്താ, ആ സമയത്ത് തന്നെ നമുക്കിത് നേരെ കാണാൻ പറ്റും. ദിസ് അലൗസ് സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി. ഒന്ന് ശ്രദ്ധിച്ചേ, അത് ഏത് സർജറിക്കാ? ഓപ്പൺ സർജറിക്കല്ല കൂടുതൽ. അതൊക്കെ ദിസ് അലൗസ് സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി. ഇൻവാസീവ് സർജറി എന്ന് പറഞ്ഞാൽ ലെസ് ഇൻസിഷൻ, മുറിവ് കുറവുള്ള. വെരി ഗുഡ്. ഏതാ? കീ ഹോൾ അല്ലെ? ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ടാണ് അതിന്റെ ഉള്ളില് സർജറി നടത്തണേ. നമ്മൾ ഫുൾ ഓപ്പൺ സർജറി ആണെങ്കിൽ നേരെ സർജന് അത് നേരെ കണ്ടുകൊണ്ട് ചെയ്യാം. ഇതൊരു ഹോളിൽ കൂടെ ആ മെഷീൻസ് അല്ലെ, ഇപ്പൊ ലാപ്രോസ്കോപ്പ് ഇതൊക്കെ നമ്മള് ആ ലൈറ്റും ക്യാമറയൊക്കെ ഉള്ള ആ ലാപ്രോസ്കോപ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് അതിന്റെ ഉള്ളിൽ കൂടെ കടത്തിവിടുക, ഈ ഹോളിൽ കൂടെ കടത്തിവിടുകയാണ്, എന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റൂല. അതിന്റെ ഇമേജ് നമുക്ക് എവിടെയാ? സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അത്രയും അഡ്വാൻസ്ഡ് ആണ് ഇത്. നമ്മള് ദിസ് അലൗസ് സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി, കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള സർജറികൾ. ലെസ് ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ മുറിവ് കുറവുള്ളത്. കീഹോൾ സർജറി ഒക്കെ ചെറിയൊരു മുറിവെല്ലാം ഉണ്ടാക്കുള്ളൂ. അതിന്റെ ഉള്ളിൽ കൂടിയാണ് ഈ എക്യുപ്മെന്റ് കടത്തിവിട്ടിട്ടാണ് സർജറി ചെയ്യുന്നത്. അപ്പൊ അതിന്റെയൊക്കെ നമുക്ക് ആ മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസുകൾ ഇതൊക്കെ ഉള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഇന്റഗ്രേറ്റഡ് പറഞ്ഞു, അതിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞ മോഡുലാർ, അത് അതിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെയാണ് ഇന്റഗ്രേറ്റഡ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. മൂന്നെണ്ണം ക്ലിയർ ആയോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഏതാണ് എന്നുള്ളത്? C-arms, മോഡേൺ ഇമേജിംഗ് ഡിവൈസുകൾ ഏതാണ്? C-arms, CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ്. ഈ ഓപ്പറേഷൻ തിയേറ്റർ എവിടെ എന്താ ചെയ്യുന്ന? സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി, അങ്ങനെയുള്ള സർജറികൾ, അതായത് കുറച്ച് മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള സർജറികൾ. അപ്പൊ റിയൽ ടൈം ആയിട്ട് നമുക്ക് ആ ഇമേജ് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇനി നോക്കിയേ, പ്രിവെന്റീവ് മെഷേഴ്സ് എഗൈൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങള്, അതിനെതിരെ എന്തൊക്കെ നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ പറ്റും? എന്തെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിനെ സംബന്ധിച്ചുണ്ടാകുന്ന അപകടങ്ങള്, അതിന് നമുക്ക് എന്തൊക്കെയാണ് പ്രിവെന്റീവ് മെഷേഴ്സ്? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ പ്രതിരോധ നടപടികൾ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും? പ്രിവെന്റീവ് മെഷേഴ്സ്. ഓക്കെ, ഫസ്റ്റ് എന്താ? ഷൂസ് പ്രിപ്പയർഡ് ഫോർ നേഴ്സസ് വിത്ത് നോ സ്ലിപ്പ് slows.
അതായത് നമുക്ക് എന്താ പറയാ, ഇവിടെ നമുക്ക് ഈ നേഴ്സുകൾക്കൊക്കെ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഷൂസ് ധരിക്കണം എന്ന്. അവരുടെ നോൺ സ്ലിപ്പർ സോൾസ് എന്ന് വെച്ചാൽ വഴുതി പോകാത്ത രീതിയിലുള്ളത്, അതായത് തെന്നി പോകാത്ത രീതിയിലുള്ള അവർക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഷൂസ് ധരിക്കണം. തെന്നി പോകാത്തതോ അല്ലെങ്കിൽ വഴുതി പോകാത്ത രീതിയിലുള്ള ഷൂസ് ധരിക്കുക. അതാണ് ഒന്നാമത്തെ ഒരു എന്താ പ്രിവെന്റീവ് മെഷേഴ്സ് പറയുന്നത്. പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നേഴ്സസ്. നേഴ്സുകൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്ലിപ്പായി പോകാത്ത തരത്തിലുള്ള ഷൂസ് ധരിക്കുക. രണ്ടാമത്തെ നോക്കിയേ, ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ശ്രദ്ധയോട് കൂടി തന്നെ ഷാർപ്പ് ഒബ്ജക്ട്സ് കൈകാര്യം ചെയ്യുക. ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. ഏറ്റവും ശ്രദ്ധയോട് കൂടി തന്നെ ഷാർപ്പ് ഒബ്ജക്ട്സ് കൈകാര്യം ചെയ്യുക. പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. പ്രോപ്പർ ആയിട്ട് വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യുക. വേസ്റ്റുകളൊക്കെ അവിടെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാതിരുന്ന അവിടെ പിന്നെ നമുക്ക് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അല്ലെ. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്താ പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക. അടുത്ത നോക്കി, ഇൻസ്റ്റോൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. Call a skilled electrician to test and repair damaged equipments. Install ground fault circuit interrupters എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എന്തെങ്കിലും ഇലക്ട്രിസിറ്റിയിലൊക്കെ നമുക്ക് ഷോർട്ട് കട്ട് ഈ എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ഷോർട്ട്സുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ പെട്ടെന്ന് തന്നെ കറണ്ടിനെ നമ്മൾ കളയണം അല്ലെ. അതായത് എന്താ പറയാ, ഷട്ട് ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇലക്ട്രിസിറ്റി ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത വേണേ കേട്ടോ. ഇലക്ട്രിസിറ്റി ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി ഡിവൈസ്. എന്തെങ്കിലും ഗ്രൗണ്ട് ഫോൾട്ട് തകരാറൊക്കെ സംഭവിച്ചാൽ കറണ്ട് നമുക്ക് പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യും. കറണ്ട് വിച്ഛേദിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവിടെയുള്ള ആളുകളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഉപകരണമാണ്. ഇലക്ട്രിസിറ്റി ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സേഫ്റ്റി ഡിവൈസ്, ഒരു സേഫ്റ്റി ഡിവൈസ് ആണ്. അത് കൊണ്ടുവയ്ക്കുക. ഇനി എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മള് സ്കിൽഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ഇലക്ട്രീഷ്യനെയൊക്കെ നമ്മള് കോൾ ചെയ്യുക. എന്നിട്ട് അവര് ടെസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകള് റിപ്പയർ ചെയ്യുക. അങ്ങനെയല്ല ഇലക്ട്രിക് ഫോൾട്ട് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഉടനെ നമ്മൾ അങ്ങോട്ടേക്കുള്ള ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യണം, നമുക്ക് കറണ്ട് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യണം. അങ്ങനെ തന്നെ ഓൾറെഡി ഷട്ട് ഡൗൺ ആവും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇലക്ട്രീഷ്യനെ വിളിച്ചെടുത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് ഡാമേജ് എക്യുപ്മെന്റ്സ് ഒക്കെ റിപ്പയർ ചെയ്യുക. അടുത്ത് നോക്കിയ പുട്ട് ഓൺ എ റേഡിയേഷൻ ഡോസിമീറ്റർ. ഡോസിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേഡിയേഷൻ എക്സ്പ്ലോഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അത് നമുക്ക് പഠിക്കാണ്ട് കേട്ടോ, റേഡിയോളജിയിൽ പഠിക്കാണ്ട് അവിടെ. റേഡിയേഷൻ ഡോസിമീറ്റർ, റേഡിയേഷൻ എക്സ്പ്ലോഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എത്രത്തോളം റേഡിയേഷൻസ് ഉണ്ട് അത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റേഡിയേഷൻ ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് റേഡിയേഷൻ ഡോസിമീറ്റർ റേഡിയേഷൻസിന്റെ അളവ് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റേഡിയേഷൻ ഡോസിമീറ്റർ. Bandage or other when exposed to radiation, follow all safety instruction to be lessen exposure to minimum. പിന്നെ എന്താ, ഈ റേഡിയേഷൻ റിസ്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അവിടെ നമുക്ക് എന്താ പറയാ, നമുക്ക് അപകടങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള നിർദ്ദേശങ്ങൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലെസൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് എന്നുള്ള മീനിങ്. കുറയ്ക്കുക, എക്സ്പ്ലോഷർ ടു മിനിമം ആക്കണം. അതായത് അവിടെ ആർക്കും ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ഈ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള റേഡിയേഷൻ ഡോസിമീറ്റർ അത് നമുക്ക് മെഷർ ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ എന്താ എക്സ്പ്ലോഷർ മിനിമം ആക്കുക. ടു ലെസൺ
അല്ലെങ്കിൽ ടു റെഡ്യൂസ് എക്സ്പോഷർ ടു മിനിമം, മിനിമത്തിലേക്ക് നമ്മൾ എത്തിക്കണം. അങ്ങനെയുള്ള കാര്യം നോക്കാം. അടുത്ത നോക്കിയാൽ ഇൻസ്റ്റാൾ എയർ കണ്ടീഷനിങ് വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂം ടു ലെസൺ ഹീറ്റ് സ്ട്രെസ് ആൻഡ് റിമൂവ് ഓഡേഴ്സ്, ഗ്യാസ് ആൻഡ് വേപ്പേഴ്സ്. എന്ത് വേണം അവിടെ? AC. ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടെ നമുക്ക് അപകടങ്ങളൊക്കെ വരാതെ ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് തന്നെയായിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. AC വേണം, എയർ കണ്ടീഷനിങ് വേണം കണ്ടോ. വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ, ഒരു ഫലപ്രദമായിട്ടുള്ള ജനറൽ വെന്റിലേഷന്റെ ഒപ്പം തന്നെ ഒരു AC കൂടി വേണം. Then, okay, in the operating room, എന്തിനു വേണ്ടിയിട്ടാണ്? To lessen the heat stress. അതെന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഹീറ്റ് സ്ട്രെസ് നമ്മൾ എന്താ അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മളൊരു എന്താ പറയാ ഒരു ടെമ്പറേച്ചർ, കൂൾ ടെമ്പറേച്ചർ ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ. To lessen heat stress and remove, പിന്നെ അതുപോലെ തന്നെ വല്ല ഗന്ധങ്ങളോ ഗ്യാസുകളോ വേപ്പേഴ്സോ അതിലേക്ക് റിമൂവ് ചെയ്യുന്നതിനും ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ഒരു AC സിസ്റ്റം വേണം. ACയും വേണം, ഒരു പൊതുവായ വെന്റിലേഷനും വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് നോക്കിയ നെക്സ്റ്റ് പോയിന്റ്, നേഴ്സ് ആർ സെൻസിറ്റീവ് ടു നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് മസ്റ്റ് ബി യൂസ് നോൺ ലാറ്റക്സ് or powder free latex gloves and avert എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് എന്നുള്ള മീനിങ് ആണ്. കണ്ടക്ട് വിത്ത് അതർ ലാറ്റക്സ് പ്രൊഡക്ട്സ്, കോണ്ടാക്ട് വിത്ത് അതർ ലാറ്റക്സ് പ്രൊഡക്ട്സ്. ഇനി ചില നേഴ്സുമാരെ അവർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഗ്ലൗസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ഗ്ലൗസ് ഇടുമ്പോൾ അതിന്റെ ഉള്ളിൽ പൗഡർ ഉണ്ടാവും, പൊടി പോലെ അല്ലേ? അല്ലെങ്കിൽ ഈ റബ്ബർ ഗ്ലൗസുകളോടൊക്കെ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് അലർജി ഉള്ള നേഴ്സുമാരൊക്കെ ഉണ്ടാവും. ചിലർക്ക് റബ്ബർ ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റില്ലാത്തവരുണ്ടാവും. ചിലപ്പോൾ ആ ഗ്ലൗസിന്റെ ഉള്ളിലുള്ള പൊടി പൗഡർ അത് ചിലപ്പോൾ അലർജി ഒക്കെ ഉള്ളവരുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? നോൺ ലാറ്റക്സ്, എങ്ങനെ ലാറ്റക്സിന്റെ അല്ലാത്ത, റബ്ബറിന്റെ അല്ലാത്ത രീതിയിലുള്ള ഗ്ലൗസുകൾ അല്ലെങ്കിൽ പൗഡർ ഫ്രീ ലാറ്റക്സ് ഗ്ലൗസ്, പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസുകൾ ഇതൊക്കെ ഉപയോഗിക്കുക. ആൻഡ് അവോയ്ഡ് ടു പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് അതർ ലാറ്റക്സ് പ്രൊഡക്ട്. പിന്നെ എന്തുകൂടി ചെയ്യണം? മറ്റുള്ള റബ്ബർ പ്രൊഡക്ട്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക. അതൊക്കെ എന്താ പറയാ, അങ്ങനെ നമ്മൾ അധികം അതിലേക്ക് സമ്പർക്കം വരുത്താത്ത രീതിയിൽ ഈ റബ്ബർ പ്രൊഡക്ട്സിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള, അലർജി ആയിട്ടുള്ള നേഴ്സുകൾ നോൺ ലാറ്റക്സ് അല്ലെങ്കിൽ പൗഡർ ഫ്രീ ആയിട്ടുള്ള ലാറ്റക്സ് ഗ്ലൗസുകൾ ധരിക്കുക. പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഫുള്ളൊന്നും ബൈപ്പാട്ട് ചെയ്യേണ്ട ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ. അടുത്ത് നോക്കിയേ, ഫോളോ എസ്റ്റാബ്ലിഷ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അസ്യൂമിങ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഉണ്ടോ? ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എന്നിവ അനുമാനിച്ചിട്ട് തന്നെ നമ്മൾ എന്താണ് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ്, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രിക്കോഷൻസ് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുകയും അതുപോലെ തന്നെ അത് ഫോളോ ചെയ്യുകയും ചെയ്യുക. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് പാലിക്കുക. അത്രയും അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് ഏതുമായിട്ട് ബന്ധപ്പെട്ട? ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ വരാത്ത രീതിയിലുള്ള ഈ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന പ്രിക്കോഷൻസ് എന്ത് ചെയ്യുക? സ്ഥാപിക്കുക. അടുത്തത്, വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫസ് ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ്. നമ്മൾ ബ്ലഡോ അല്ലെങ്കിൽ അതേ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? കൈകൾ നന്നായിട്ട് കഴുകുക. പിന്നെ അതുപോലെ തന്നെ എക്സ്പോസ് ചെയ്തിരിക്കുന്ന, ഇപ്പൊ ഫുള്ള് നമ്മള് എന്താ പറയാ കോട്ടം ഇതൊന്നും ഇതില്ലല്ലോ. അപ്പൊ കുറച്ച് നമ്മുടെ എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങള് നന്നായിട്ട് കഴുകുക, ഹാൻഡ്സ് കഴുകുക. ഇതൊക്കെ പ്രിക്കോഷൻസ് ആണ്, പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്.
wash hands and other exposed skin surface after coming into contact with the blood or body fluids. Then അടുത്ത നോക്കിയേ, provide lifting aids for lifting and shifting of heavy patients. വലിയ ഹെവി ആയിട്ടുള്ള നല്ല പൊണ്ണത്തടിയുള്ള പേഷ്യൻസ് ഒക്കെ ഇല്ലേ, അവരെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഉയർത്തുമ്പോഴും ഷിഫ്റ്റ് ചെയ്യുമ്പോഴും എന്താ ലിഫ്റ്റിംഗ് എയ്ഡ്സുകള് അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എടുത്തു നോക്കാൻ പറ്റാത്ത ആളുകളെയൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട് വല്ല നമുക്ക് ഒരു അപകടങ്ങൾ പറ്റാം അല്ലെ. അപ്പൊ അങ്ങനെ പറ്റാതിരിക്കാൻ നല്ല വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ ഉയർത്തുമ്പോഴും ഷിഫ്റ്റ് ചെയ്യുമ്പോഴും എന്താ ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ അതിന് വേണ്ടിയിട്ടുള്ള ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. Then consult an occupational safety specialist on the safe handling of heavy patients. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൺസൾട്ട് ആൻ ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്, അതായത് ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട നമ്മുടെ ആ ഒരു ഒക്യുപേഷൻ അത് ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുന്ന സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് അവരെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ട് വേണം ആ ഹെവി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ. അപ്പൊ അവരോട് കറക്റ്റ് നിർദ്ദേശങ്ങൾ ചോദിക്കണം, എങ്ങനെ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇത് ചെയ്യാം. അപ്പൊ ആ ഒക്യുപേഷനുമായിട്ട് ബന്ധപ്പെട്ട് സേഫ്റ്റി ഉറപ്പാക്കുന്നവരാണ് കേട്ടോ ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരോട് ചോദിച്ച് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം ഈ ഹെവി പേഷ്യൻസിനെ സേഫ് ആയിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ പോയിന്റ്സുകള്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ പോരെ. ഫിഫ്ത് പോയിന്റ് ഓഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധമാണ് കേട്ടോ, സ്മെല്ലാണ്. സ്മെല്ല് ODOURS സ്മെല്ല്. അങ്ങനെയുള്ളതേ ഇപ്പൊ നമ്മള് എന്തെങ്കിലും സ്മെല്ലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസുകളോ വേപ്പറുകളോ ഒക്കെ അങ്ങോട്ട് കടക്കാത്തതിന് വേണ്ടിയിട്ട് അവിടെ AC സ്ഥാപിക്കാവുന്ന വിത്ത് പ്രോപ്പർ വെന്റിലേഷൻ, ജനറൽ വെന്റിലേഷൻ, ഒരു നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള ജനറൽ വെന്റിലേഷൻ, അതിന്റെ ഒപ്പം തന്നെ AC കൂടി വേണം. നമ്മൾ കാറിൽ AC ഇട്ട് പോകാറില്ലേ, എന്തിനാ പുറമേക്കുള്ള സ്മെല്ലോ പൊടിയോ ഒന്നും നമുക്ക് അതിന് അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയല്ലേ, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലാക്ടസ് എന്ന് വെച്ചാൽ റബ്ബർ പ്രൊഡക്റ്റ് ആട്ടോ. ഇപ്പൊ ഗ്ലൗസ് ഒക്കെ ചിലപ്പോ റബ്ബർ ഗ്ലൗസുകളായിരിക്കും നമ്മൾ അങ്ങനെയുള്ളത്. തുണിയുടെ ഇട്ട് പല ടൈപ്പ് ഉണ്ട്. ലാക്ടസ് എന്ന് പറഞ്ഞാൽ ശരിക്കും റബ്ബർ ലാക്ടസ് എന്ന് വെച്ചാൽ ആ റബ്ബറിന്റെ ലാക്ടസ് പശ, അതായത് പാലില്ലേ, അല്ലെങ്കിൽ ആ റബ്ബർ പ്രൊഡക്റ്റ് ആണ്. നമ്മള് ഈ ഗ്ലൗസും സാധനങ്ങളൊക്കെ എന്താ പറയാ ഈ റബ്ബറിന്റെ പശയും കൊണ്ട് അല്ലേ, അതുകൊണ്ടല്ലേ ഉണ്ടാക്കണേ. അത് നമ്മള് ഈ ടയർ ട്യൂബ് ഇത് ഇങ്ങനെയുള്ള റബ്ബർ സാധനങ്ങളൊക്കെ റബ്ബറിന്റെ ആ മരമില്ലേ, റബ്ബർ മരമില്ലേ, അതിൽ നിന്ന് കിട്ടുന്ന ലാക്ടസ്, അതിന്റെ പശ, അത് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ചില ആളുകൾക്ക് അതിലൂടെ അതില് ചിലപ്പോ ഈ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് ചിലപ്പോ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കേസുമാര് നോൺ ലാക്ടസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചിലർക്ക് ഈ ഗ്ലൗസിൽ നിന്നുള്ള പൊടിയില്ലേ, പൗഡർ ഉണ്ടാവും, അങ്ങനെയുള്ള അതിനൊക്കെ അലർജി ഉള്ളവര് അത് ഉപയോഗിക്കാതിരിക്കുക ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ പോയിന്റ്സ്? കറക്റ്റ് ഷൂസ് ധരിക്കണം. നമ്മൾ പറഞ്ഞു തെന്നി പോകാത്ത രീതിയിലുള്ള ഷൂസുകൾ നേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്പെഷ്യൽ ഷൂസ് ധരിക്കാം. പിന്നെ ഹാൻഡിൽ ഈ നമ്മളെ എന്താ പറയാ ഷാർപ്പ് ഒബ്ജക്ട്സ് കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് ഉപയോഗിക്കുക. അതായത് എന്തെങ്കിലും ഫോൾട്ട് വരികയാണെങ്കിൽ ഇലക്ട്രിസിറ്റി പെട്ടെന്ന് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അത് ഉപയോഗിക്കുക. എന്നിട്ട് ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്യുക, റിപ്പയർ ചെയ്യുക, ഡാമേജ് എക്യുപ്മെന്റ് റിപ്പയർ ചെയ്യുക. റേഡിയേഷൻ ഡോസിമീറ്റർ ഉപയോഗിക്കുക, അതായത് റേഡിയേഷന്റെ എക്സ്പ്ലോഷർ അളക്കാൻ. അതായത് നമുക്ക് അത് ഒരു മിനിമം ആക്കണം. ഒത്തിരി കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ എന്താ പറയാ അവിടെ നിൽക്കുന്നവർക്ക് അതിൻ്റെതായ റേഡിയേഷൻസ് കൊണ്ട് അവർക്ക് ദോഷങ്ങൾ ഉണ്ടാവാം.
അപ്പൊ അതുകൊണ്ട് അത് മിനിമം ആക്കി വെക്കുക. പിന്നെ AC ഇൻസ്റ്റാൾ ചെയ്യുക വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ. പിന്നെ അടുത്തതാണ് നമ്മൾ പറഞ്ഞത് ഈ റബ്ബർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റബ്ബർ ഗ്ലൗസുകളൊക്കെ അതിനോടൊക്കെ അല്ലെങ്കിൽ പൗഡർ ഉള്ള ഗ്ലൗസുകളൊക്കെ അലർജി ഉള്ള നഴ്സുമാര് അതൊക്കെ ഒഴിവാക്കുക. പിന്നെ നോൺ ലാറ്റക്സ് അല്ലെങ്കിൽ പൗഡർ ഫ്രീ ലാറ്റക്സ് ഗ്ലൗസുകൾ ഉപയോഗിക്കുക അവര്. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് പാലിക്കുക. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുക. പിന്നെ ഹാൻഡ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് നമ്മൾ തുറന്നിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നമ്മൾ എന്താ പറയാ ഈ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം കൈകളും അതുപോലെ തന്നെ എക്സ്പോസ്ഡ് സ്കിൻ സർഫസ് ഇതൊക്കെ നന്നായിട്ട് കഴുകുക. പിന്നെ ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഹെവി ഉള്ള പേഷ്യൻസിന് നമ്മൾ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീണ് നമുക്ക് പരിക്ക് പറ്റാം. അപ്പൊ അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ പൊക്കാനായിട്ട് എന്ത് ചെയ്യുക, ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് അവരെ കൺസൾട്ട് ചെയ്തുകൊണ്ട് നമ്മളെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഹെവി പേഷ്യൻസിന്റെ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുക. ക്ലിയർ അല്ലേ പോയിന്റ്സ്? പിന്നെ നോക്കിയേ, രണ്ടെണ്ണം കൂടിയുണ്ട് കേട്ടോ, അതും കൂടി നോക്കാം. ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്. അനസ്തെറ്റിക് അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസോ എന്തെങ്കിലും ലീക്കുകൾ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. Checking for anesthetic and oxygen gas leakage. Then control of fire danger. കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. ഫയർ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ, സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു തീപിടുത്തോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ, അങ്ങനെ വരാതിരിക്കാൻ ഫയറിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. ഫയർ ഡേഞ്ചർ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഫയറിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഇനി അടുത്ത് നോക്കിയേ, എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ്. എമർജൻസി എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഓക്കെ, എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ്, അതായത് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് എമർജൻസി എക്യുപ്മെന്റ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഓക്കെ, കാർഡിയാക് ട്രോളി വിത്ത് ഡിഫിബ്രിലേറ്റർ ഹാസ് ടു ബി readily available. കാർഡിയാക് ട്രോളി. എന്താ കാർഡിയാക് ട്രോളി എന്ന് പറയുന്നത്? ഹൃദയ സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രോളി അത്. പിന്നെ വിത്ത് ഡിഫിബ്രിലേറ്റർ. ഡിഫിബ്രിലേറ്റർ എന്താ? നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ബ്രീത്തിങ്ങിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ നേരെ ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് അങ്ങനെ എന്തെങ്കിലും സ്ട്രോക്ക് പോലെ ഒക്കെ വരുന്ന അങ്ങനെ ആളുകൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആദ്യം കൊടുക്കുന്നതാണ് CPR. ഈ CPR കൊടുത്തിട്ട് നോർമൽ ആണെങ്കിൽ നെക്സ്റ്റ് ആണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അതായത് രണ്ട് ഇങ്ങനെ പിടിക്കുന്ന സ്ഥാനം ഈ ചെസ്റ്റിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ജർക്ക് പോലെ പെട്ടെന്ന് അവർക്ക് ഓക്സിജൻ കിട്ടും അല്ലെ, അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഹാർട്ട് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ഡിഫിബ്രിലേറ്റർ. ഹാർട്ടിനെ നമുക്ക് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ്. അത് രണ്ടും എപ്പോഴും അവൈലബിൾ ആയിരിക്കണം കേട്ടോ. അതൊക്കെ എളുപ്പത്തില് ലഭ്യമായിരിക്കണം. എമർജൻസി എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടിയാണ് അത്. കാർഡിയാക് ട്രോളി, ഡിഫിബ്രിലേറ്റർ ഇതെല്ലാം എളുപ്പത്തില് ലഭ്യമായിരിക്കണം. ഇനി പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് അന്വേഷിച്ച് നടന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരാതിരിക്കാൻ എന്താണ്, അത് എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കും. Do all personnel know its location? അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്താ? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് ആണ് കേട്ടോ. പേഴ്സണൽ സ്പെല്ലിംഗ് നോക്കിയേ, PRSONNEL. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിലെ എല്ലാവർക്കും എന്ത് ആ ലൊക്കേഷൻ എന്തിന്റെ ഓരോ എക്യുപ്മെന്റ്സുകളും എവിടെയാണ് വെച്ചിരിക്കുന്നത് അതിന്റെ ലൊക്കേഷൻസ് അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് അത് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? എമർജൻസി ആയിട്ട് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് എടുക്കണമെങ്കിൽ എല്ലാ സ്റ്റാഫും എന്ത് ചെയ്യണം, അതിന്റെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം, എവിടെയാണ് അത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയണം.
നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺ ടു ബി പെർഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് ദ എമർജൻസി എക്യുപ്മെന്റ് ചെക്കിംഗ് ഓഫ് മെഡിസിൻസ് which are expired and preventive maintenance of the equipment. Specific duties of each person to be performed ഏതുമായിട്ട് in connection with the emergency equipment checking of medicine which are expired. Expired എന്ന് പറഞ്ഞാൽ എന്താ? കാലഹരണപ്പെട്ടു പോകുക. എക്സ്പയറി കഴിഞ്ഞ മരുന്നുകളില്ലേ, മെഡിസിൻസ് അല്ലെ, കാലഹരണപ്പെട്ടുപോയ മരുന്നുകള്, അതും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് ദ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ മെയിൻ്റെനൻസ്, പ്രതിരോധ മെയിൻ്റെനൻസ് കാര്യങ്ങള്, അതുപോലെ തന്നെ എക്സ്പയർ ചെയ്തിട്ടുള്ള മരുന്നുകള് അതെല്ലാം എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണമെന്ന്. ഓരോ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ എന്താ പറയാ ഓരോ പേഴ്സണും specific duties of each person to be performed. Perform എന്ന് വെച്ചാൽ നിർണയിക്കുക, പെർഫോം ചെയ്യുക. എങ്ങനെ? in connection with the emergency equipment checking of medicines which are expired. അപ്പൊ എമർജൻസി എക്യുപ്മെന്റ്സുകൾ അത് ചെക്ക് ചെയ്യണം. അതായത് എമർജൻസി ആയിട്ട് നമുക്ക് എടുക്കേണ്ട വരിക അല്ലെ, അപ്പൊ അത് വല്ല ഫോൾട്ട് ഒന്നും വരാൻ പാടില്ല അല്ലെ, പിന്നെ അത് നന്നാക്കി കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. അതുകൊണ്ട് എപ്പോഴും എന്താ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പേഴ്സൺ വ്യക്തികള് എന്ത് ചെയ്യുക? അവരുടെ ഡ്യൂട്ടി അതെന്താ? എപ്പോഴും ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓക്കെ ആക്കി വെക്കുക എന്നുള്ളതാണ്. അത് ചെയ്യണം. പിന്നെ എക്സ്പയർ ആയിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങള് അത് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് മാറ്റണം. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ചുമതലകൾ നിർവഹിക്കണം എന്നാ പറഞ്ഞേക്കണേ. ഓരോ വ്യക്തികളും അവരുടേതായ നിർദ്ദിഷ്ട ചുമതലകൾ നിർവഹിക്കണം. പെർഫോംഡ് നിർവഹിക്കുക. ഓക്കെ, എമർജൻസി എക്യുപ്മെന്റ് ചെക്കിങ് അതുമായിട്ട് ബന്ധപ്പെട്ടവര് അത് ചെയ്യണം. പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകള് അത് ചെക്ക് ചെയ്യേണ്ട ആളുകള് അത് ചെക്ക് ചെയ്യണം. പിന്നെ എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ്, പ്രതിരോധ മെയിൻ്റെനൻസ് അതൊക്കെ ചെക്ക് ചെയ്യേണ്ടവര്, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം? അത് നിർവഹിക്കണം. ഓക്കെ, അത് മൂന്നെണ്ണാണ് അതിൽ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഈക്വൽ സ്റ്റാൻഡേർഡ് പോളിസി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ദ പേഷ്യന്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ എന്തൊക്കെ പോളിസികള് അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെട്ടിരിക്കണം? ഇത് പോയിന്റ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ പോയിന്റ്സുകൾ തന്നെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. പ്രത്യേകിച്ച് അതിൽ അണ്ടർലൈൻ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങള് എന്തുമായിട്ട് ബന്ധപ്പെട്ട? പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യൻസിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഹോസ്പിറ്റലിലെ ഭരണം അല്ലെ, അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് പോളിസീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, മെത്തേഡ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. പേഷ്യന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നുള്ളതാട്ടോ. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് എന്താ? മെത്തേഡ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. പേഷ്യന്റിനെ തിരിച്ചറിയാനുള്ള മെത്തേഡുകൾ വേണം. നമ്മൾ ഈ സർജറി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പേഷ്യൻസ് ഒക്കെ മാറിപ്പോതിരിക്കാനായിട്ട് അവരുടെ ഐഡന്റിഫിക്കേഷൻ എന്താ ചെയ്യുന്ന? കയ്യിലൊക്കെ ഒരു ടാഗ് കെട്ടൂലേ, ടാഗ് പോലെ ക്ലിപ്പ് ചെയ്യില്ലേ, നമ്മുടെ പേര് ഇതൊക്കെ വെച്ചിട്ടുള്ളത് അല്ലേ? പിന്നെ അതുപോലെ തന്നെ അവര് പോകുമ്പോ തന്നെ അവരുടെ ഒപ്പം തന്നെ ആ റെക്കോർഡും ഉണ്ടാവും അല്ലേ? അങ്ങനെ പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡുകള് നമ്മൾ കേട്ടിട്ടില്ലേ? ആള് മാറി സർജറി ചെയ്തു, വളരെ അപൂർവമായിട്ട് അല്ലേ? എന്താണ്? പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡുകള് നെയിം ടാഗുകൾ പോലെ അവരുടെ കയ്യില് പേഷ്യന്റിന്റെ പേരൊക്കെ ഉണ്ടാവില്ലേ, അത് നോക്കിയിട്ട് അത് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യല്ലേ, അതിനുള്ള മെത്തേഡ്സുകള്. റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യന്റ് ഡ്യൂറിങ് മൂവ്മെന്റ്സ്, അതായത് പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് അത് എന്ത് ചെയ്യണം? നമ്മള് നിയന്ത്രിക്കണം. പേഷ്യന്റ് നമുക്ക് അവർക്ക്
ഒരുപാട് അങ്ങനെ എന്താ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നടത്തേണ്ട ആവശ്യമില്ല അല്ലെ. പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് പേഷ്യൻസിനെ ഡ്യൂറിങ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് സമയത്ത് പേഷ്യൻസിനെ നിയന്ത്രിക്കണം. അതായത് എപ്പോഴും ഒരു റെസ്ട്രിക്ഷൻ വേണമെന്ന്, ഒരു നിയന്ത്രണം വേണം അവർക്കുടെ കാര്യത്തില്. ഇഷ്ടമുള്ളവരെയൊക്കെ നടക്കാനും ഒന്നും അവരെ അനുവദിക്കരുത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ while turning or transferring. മൂന്നാമത്തെ പോയിന്റ് എന്താ, പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ. ഇപ്പൊ ഓപ്പറേറ്റിംഗ് ടേബിളിൽ കിടക്കുന്ന പേഷ്യൻസ് അവരെ തിരിക്കുമ്പോഴും അവരെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഒക്കെ പേഷ്യൻസിന്റെ സംരക്ഷണം അല്ലെ. സർജറി ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ അവരെയൊക്കെ നമ്മൾ എന്താ പറയാ പതുക്കെ തിരിക്കും ഇതൊക്കെ ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും എല്ലാ അടക്കവും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണതാണ് അല്ലെ. ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ എന്താണ്, ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഒക്കെ പേഷ്യൻസിന്റെ സംരക്ഷണം ഉണ്ടോ. ഓപ്പറേറ്റിംഗ് ടേബിളില് പേഷ്യൻസിന്റെ സംരക്ഷണം, ടേണിംഗ് ഓർ ട്രാൻസ്ഫറിങ് അവരെ തിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ അത് നോക്കണം. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ, ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നത് തടയുക അല്ലെ. അതിനുള്ള ആ പ്രോട്ടോകോളുകൾ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് നോക്കണം. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് അതൊക്കെ ആർക്കടെയാ, പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ. എവിടെ, ഓപ്പറേഷൻ തിയേറ്ററിലെ ഒരു പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന പോളിസികളാണ്, സ്റ്റാൻഡേർഡ് പോളിസികളാണ് പറഞ്ഞേക്കുന്നത്, ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങള് ക്ലിയർ ആയോ? പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങള്, പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് റെസ്ട്രിക്ഷൻ വേണം. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ടേബിളിലാണെങ്കിൽ പേഷ്യൻസിനെ ടേൺ ചെയ്യുമ്പോഴും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഒക്കെ അവരുടെ സംരക്ഷണം വേണം. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ വേണം. ഇനി നോക്കിയേ, റിക്കവറി റൂമിൽ എന്തൊക്കെയാ, റിക്കവറി അല്ലെങ്കിൽ ഒബ്സർവേഷൻ റൂം അല്ലെ. സർജറി ചെയ്ത് നമ്മൾ അവരവിടെ മാറ്റുന്ന സ്ഥലം റിക്കവറി റൂം. പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോം എവരി 15 minutes. അണ്ടർലൈൻ ചെയ്തോട്ടോ. എല്ലാ 15 മിനിറ്റിലും സർജറി ചെയ്ത് കൊണ്ടുവന്ന പേഷ്യൻസിനെ അല്ലെങ്കിൽ ഒബ്സർവേഷൻ റൂം അല്ലെങ്കിൽ റിക്കവറി റൂമിൽ കിടക്കുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. 15 മിനിറ്റ് കൂടി എന്ത് ചെയ്യണം, അവരെ നോക്കണം. അണ്ടർലൈൻ ചെയ്തോട്ടോ. പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോം എവരി 15 minutes ആഫ്റ്റർ ദ സർജറി. സർജറിക്ക് ശേഷം ഓരോ 15 മിനിറ്റിലും പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യണം. ഇൻക്ലൂഡിങ് അത് ഏതൊക്കെ നോക്കട്ടെ, വൈറ്റൽ സയൻസ്. വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സുപ്രധാനമായ അടയാളങ്ങൾ. അതായത് എന്താ, ബോഡി ടെമ്പറേച്ചർ നോക്കണം, പൾസ് റേറ്റ് നോക്കണം, BP നോക്കണം, റെസ്പിറേറ്ററി റേറ്റ്, അങ്ങനെ ബേസിക് മോണിറ്ററിങ്, ബേസിക് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ. സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ടെമ്പറേച്ചർ ഒക്കെ നോക്കൂലേ, പൾസ് BP ഒക്കെ നോക്കൂലേ, അതൊക്കെ എന്താണ് നോക്കണം. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അതായത് ഇനി അവർക്കടെ ആ ഒരു ബോധം, ഇത് പെട്ടെന്ന് നമ്മൾ അത് എന്താ പറയാ അൺകോൺഷ്യസ് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് ആവണമെന്നില്ല അല്ലെ. അപ്പൊ അതിന്റെ ഒരു നമ്മൾ അതിന്റെ ഒരു ഇത് മാറണം നമുക്ക് അല്ലെ. ആ സെഡേഷന്റെ ഇതൊക്കെ മാറണം. അപ്പൊ അവരുടെ കോൺഷ്യസ്നെസ്, ആ ബോധാവസ്ഥയുടെ ആ ലെവല് നോക്കണം. ഓക്കെ ആയോ, ഫുള്ളി ഇതായോ, അങ്ങനെ നോക്കണം. ബ്ലീഡിങ്, ഈ സർജറി ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് ബ്ലീഡിങ് ചിലപ്പോഴൊക്കെ വരാം. അപ്പൊ അതും കൂടിയൊക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ പേഷ്യൻസിനെ ഓരോ 15 every 15 minutes കണ്ടോ, ഓരോ 15 മിനിറ്റ് കൂടി അവരെ ഒബ്സർവ് ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? രണ്ടാമത്തെ എന്താ, ഓൾ എക്യുപ്മെന്റ്സ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. അതായത് എല്ലാ എക്യുപ്മെന്റ്സും എങ്ങനെയായിരിക്കണം, ആവശ്യാനുസരണം റെഡി ആയിരിക്കണം. ഓരോ എക്യുപ്മെന്റ്സും നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ തന്നെ വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യാനായിട്ട് എന്നൊക്കെ. അപ്പൊ അവിടെ എല്ലാ എക്യുപ്മെന്റ്സും എപ്പോഴും എന്താണ് റെഡി ആയിരിക്കണം. Then അടുത്തത് മൂന്നാമത്തെ പോയിന്റില് റെസ്ട്രിക്ഷൻ ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. അടുത്തത് വിസിറ്റേഴ്സിന് റെസ്ട്രിക്ഷൻ വേണം. റിക്കവറി റൂമിലേക്കൊക്കെ എല്ലാവർക്കും കയറി കാണാൻ പറ്റുമോ? റിക്കവറി റൂമിലേക്ക് പ്രവേശനം ഉണ്ടോ? ഒരാൾക്ക് മാത്രം ജസ്റ്റ് അല്ലേ. അതാണ് റെസ്ട്രിക്ഷൻ വേണം. വിസിറ്റേഴ്സിന്റെ നിയന്ത്രണം എന്തിനു വേണ്ടിയാ? ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷനെ തടയുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായോ?
എല്ലാ 15 മിനിറ്റിനും സർജറിക്ക് ശേഷം അവരെ ഒബ്സർവ് ചെയ്യണം. പിന്നെ എല്ലാ എക്യുപ്മെന്റ്സും അവർക്ക് എളുപ്പത്തിൽ ലഭ്യമായിരിക്കണം, തയ്യാറായിരിക്കണം അല്ലെ. അടുത്തത് പേഷ്യൻസിന്റെ നമ്മള് കാണാൻ വരുന്ന വിസിറ്റേഴ്സ്, അതായത് വിസിറ്റേഴ്സിന് റെസ്ട്രിക്ഷൻ ആണ്, അവരെ നിയന്ത്രിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് വിസിറ്റേഴ്സിനെ നിയന്ത്രിക്കണം. ഇനി ലാസ്റ്റ് സെക്ഷൻ ആണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഈ ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഈ ഓപ്പറേഷൻ തിയേറ്ററിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയിൽ സപ്പോർട്ട് തരുന്ന ആളാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കേട്ടോ. ടീമുകളെ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ സ്മൂത്ത് ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആക്കി അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇതും പോളിസി ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇതിനകത്ത് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആ രണ്ട് രീതിയിലാണ് ഈ പോളിസിയിൽ വരുള്ളൂ. ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ്. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി കീപ് ദ ഡിപ്പാർട്ട്മെന്റ് റണ്ണിംഗ് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി, ഫലപ്രദമായിട്ട് ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിംഗ് പേഷ്യൻസ്. അതാണ് ഒന്നാമത്തെ. എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? റെസ്പോൺസിബിലിറ്റി ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി നിങ്ങൾ പഠിച്ചതാണല്ലേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചതാണെന്നാ പറഞ്ഞത്. എന്താ ചെയ്യണ്ടേ? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ത് ചെയ്യണം? ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് കാര്യക്ഷമമായിട്ട് അല്ലെ ഒക്കെ നല്ല രീതിയിൽ നടത്തുക എന്നുള്ളതാണ്. ആ ഒരു പോയിന്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടോ, അത് വേണമെങ്കിൽ എടുത്തു ചോദിക്കാം. കീപ് ദ ഡിപ്പാർട്ട്മെന്റ് റണ്ണിംഗ് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ് ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിംഗ് പേഷ്യൻസ്. പേഷ്യൻസിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടും വെൽക്കമിങ് ചെയ്തുകൊണ്ടും ഒക്കെ ഹോസ്പിറ്റലിലെ അതായത് ഓപ്പറേഷൻ ഓപ്പറേറ്റിംഗ് റൂമിലെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് നല്ല സുഗമമായ രീതിയിലും കാര്യക്ഷമമായിട്ടൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളത്. എഫക്റ്റീവ്ലി എന്ന് വെച്ചാൽ ഫലപ്രദമായി എന്നുള്ള രീതിയാണോ? ഫലപ്രദമായിട്ടും സുഗമമായിട്ടും നടത്തുക. രണ്ടാമത്തെ ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. ഇനി എന്തെങ്കിലും നമ്മൾ പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ വിസിറ്റേഴ്സോ ഒക്കെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിച്ചാൽ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക, ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുക, മറുപടി പറയുക. Then these workers operate office equipments that include voicemail and phone system, machines, copiers and scanners. Okay, these workers operate office equipments. അതായത് ഈ നമ്മള് ഓഫീസ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ വോയിസ് മെയിലുകള്, ഫോൺ വഴി നമുക്ക് എന്താ പറയാ ഇത് കണക്ട് ചെയ്യാം, മെഷീനുകള്, കോപ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാനുള്ള ഉപകരണം കേട്ടോ, അതുപോലെ തന്നെ സ്കാനർ എന്നിവ ഉൾപ്പെടെയുള്ള ഓഫീസ് എക്യുപ്മെന്റ്സുകള് എന്ത് ചെയ്യുക? പ്രവർത്തിപ്പിക്കുക, ഓപ്പറേറ്റ് ചെയ്യുക, പ്രവർത്തിപ്പിക്കുക. ഓഫീസ് എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യുക? പ്രവർത്തിപ്പിക്കുക. ഏതൊക്കെയാ? വോയിസ് മെയില് കാര്യങ്ങൾ നോക്കണം, ഫോൺ സിസ്റ്റം നോക്കണം, അവിടുത്തെ മെഷീൻസ്, കോപ്പിയേഴ്സ്, സ്കാനേഴ്സ് തുടങ്ങിയിട്ടുള്ള ഉൾപ്പെടെയുള്ള എല്ലാ ഓഫീസ് എക്യുപ്മെന്റ്സുകളും പ്രവർത്തിപ്പിക്കുക. ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ ആൻഡ് ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ്. ഡിപ്പാർട്ട്മെന്റിലെ ആ എക്യുപ്മെന്റ്സുകളുടെ സപ്ലൈ അത് ഓർഗനൈസ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക, പരിപാലിക്കുക. ഡിപ്പാർട്ട്മെന്റിന്റെ സപ്ലൈസ് പരിപാലിക്കുകയും അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുകയും ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കേ. They accept and route messages and transfer correspondence. Correspondence എന്ന് പറഞ്ഞാൽ കത്തിടപാടുകൾ കേട്ടോ, verbally or through right form. അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്വീകരിക്കുക. റൂട്ട് മെസ്സേജ് എന്ന് വെച്ചാൽ മെസ്സേജുകൾ അയക്കുക എന്നുള്ളതാട്ടോ. മെസ്സേജ് സ്വീകരിക്കുകയും അയക്കുകയും ചെയ്യുക.
ആൻഡ് ട്രാൻസ്ഫർ കറസ്പോണ്ടൻസ്, കത്തിടപാടുകൾ കാര്യങ്ങൾ വെർബലി ആയിട്ടോ അല്ലെങ്കിൽ റൈറ്റ് ഫോമിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓഫീസ് ഇതിനകത്ത് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. മെസ്സേജുകൾ, മെയിൻ ആയിട്ട് മെസ്സേജുകൾ സ്വീകരിക്കുകയും അത് അയക്കുകയും ചെയ്യുക. പിന്നെ കത്തിടപാടുകള് ഇപ്പൊ എന്താ അങ്ങനെയുള്ള വെർബലായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ റൈറ്റ് ഫോമിലോ ഒക്കെ, റിട്ടേൺ ഫോമിലൊക്കെ ഉള്ളത് ലെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയൊക്കെയോ അങ്ങനെയുള്ള കത്തിടപാടുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. Then additional duties, next point ആണ് additional duties consist of taking specimen to the lab. അടുത്തൊരു additional duty ആണ് consist of taking ലാബിലേക്കുള്ള സ്പെസിമെൻസ്, ഇപ്പൊ ബ്ലഡ് ആവാം, യൂറിൻ ആവാം, അല്ലെ, അങ്ങനെയുള്ള എന്തെങ്കിലും അതൊക്കെ എന്തൊക്കെയാ അത് പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. Additional duties consisting of taking specimen to the lab. Then help in scheduling procedures, supporting the department through updating bed status. അതായത് ബെഡ് സ്റ്റാറ്റസ് ഉൾപ്പെടെയുള്ള അത് നമ്മൾ ഓരോ ബെഡ് സ്റ്റാറ്റസും ഓരോ ഇതിലും എത്രത്തോളം എന്താ പറയാ ബെഡ് കപ്പാസിറ്റി കാര്യങ്ങളില്ലേ, അതൊക്കെ ബെഡ് സ്റ്റാറ്റസ് ഉൾപ്പെടെ അത് അപ്ഡേറ്റ് ചെയ്യും. ബെഡ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ഡിപ്പാർട്ട്മെന്റിനെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. അത് ഇച്ചിരി പറഞ്ഞ അതിന് ഹെൽപ്പ് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പിംഗ് ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ, എന്ത് ഷെഡ്യൂളിംഗ് പ്രൊസീജിയറാ? സപ്പോർട്ടിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ അതിന് ഹെൽപ്പ് ചെയ്യുക. ത്രൂ ഏത് വഴി? അപ്ഡേറ്റിംഗ് ബെഡ് സ്റ്റാറ്റസ്, ബെഡ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ അതിന് ഹെൽപ്പ് ചെയ്യുക, അതിനെ സഹായിക്കാം. ഷെഡ്യൂളിംഗ് പ്രൊസീജിയറിൽ ഹെൽപ്പ് ചെയ്യുക, അത്രയും ഒന്ന് നോക്കിയാലും മതി കേട്ടോ. ടേക്കിംഗ് സ്പെസിമെൻ ടു ദ ലാബ്, ലാബിലേക്കുള്ള സ്പെസിമെൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ദെൻ ഹെൽപ്പിംഗ് ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ, ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ ഹെൽപ്പ് ചെയ്യുക. Then last point നോക്കിയേ, മെയിൻറ്റെയിൻ ക്ലീൻനെസ് ആൻഡ് ഓർഡർലിനെസ്, ലൈക്കിംഗ് ക്ലീനിങ് needs the station. ക്ലീൻനെസ്, ക്ലീൻനെസ് എന്ന് വെച്ചാൽ വൃത്തിയാക്കലില്ലേ, അതൊക്കെ വൃത്തിയും. ഓർഡർലിനെസ് എന്ന് വെച്ചാൽ എന്താണ്? ചിട്ട, വൃത്തിയും ചിട്ടയൊക്കെ പാലിക്കുക. നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയല്ലേ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അവിടെ ക്ലീനിങ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കണ്ടാമിനേഷൻ ആവാൻ പറ്റും. ഒരു സ്റ്റെറൈൽ ഫീൽഡ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ. അവിടെ വൃത്തിയും ചിട്ടയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ലൈക്ക് ഏതുപോലെ ക്ലീനിങ് നേഴ്സസ് സ്റ്റേഷൻ, നേഴ്സസ് സ്റ്റേഷൻ ക്ലീൻ ചെയ്തത് ഉൾപ്പെടെ അതുപോലെയുള്ള ക്ലീൻനെസ്സും ചിട്ടയും, ഓർഡർലിനെസ് നല്ല ചിട്ട, ക്ലീൻനെസ്സും വൃത്തിയും ചിട്ടയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യുക. ഇത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, തിരിച്ച് ചോദിച്ചിട്ടുണ്ട്, അത് പ്രത്യേകം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. ഫസ്റ്റ് പോയിന്റും ലാസ്റ്റ് പോയിന്റും. എക്സിക്യൂട്ടീവ് സെക്രട്ടറി മേ ഓൾസോ ബി റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ആൻഡ് ട്രെയിനിങ് ന്യൂ ക്ലറിക്കൽ വിത്തിൻ ദ ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ്. ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റിലുള്ള ന്യൂ ക്ലറിക്കൽ എന്ന് പറഞ്ഞാൽ ആരാ? പുതിയ സ്റ്റാഫുകളൊക്കെ ഇല്ലേ, അവരെ മാനേജ് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുക. അത് ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ആണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ആൻഡ് ട്രെയിനിങ് ന്യൂ ക്ലറിക്കൽ വിത്തിൻ ദ ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് പോയിന്റും അങ്ങനെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. To keep the department running smoothly and effective by greeting, welcoming patient related to operation theatre എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചോദിക്കാം. ഫസ്റ്റ് പോയിന്റും ലാസ്റ്റ് പോയിന്റും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അവിടെ മൂന്നുള്ളത് ആരാണ് എന്നുള്ള രീതി ചോദിക്കാം. ബാക്കി പോയിന്റ്സുകൾ നമ്മളൊന്ന് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നതാണോ അല്ലയോ ഓപ്ഷൻ ഉണ്ട്, പേടിക്കണ്ട, ഈ ആൻസർ അവിടെ ഉണ്ടാവും. ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പൊ ലാസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടോ.
അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഓൾസോ റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ആൻഡ് ട്രെയിനിങ് ന്യൂ ക്ലറിക്കൽ. ന്യൂ ക്ലറിക്കൽ എന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്യുക, അവരെ കൈകാര്യം ചെയ്യുക. അതിനുള്ള ഉത്തരവാദിത്വം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കാണ്. വിത്തിൻ ദ ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ്. ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളിലുള്ള പുതിയ സ്റ്റാഫുകളെ കൈകാര്യം ചെയ്ത് അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുക. അപ്പൊ നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ 13ാമത്തെ ചാപ്റ്റർ ആണ്, വെന്റിലേറ്റർ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പൊ ഇന്ന് പഠിച്ചത് ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അത് 3 തരത്തിലുള്ളത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്, അത് നോക്കി വെക്കണം. പോയിന്റ്സുകൾ തന്നെയാണ്. എമർജൻസി എക്യുപ്മെന്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ആ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ റിക്കവറി റൂമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവിടെ 50 മിനിറ്റ്സ് എന്നൊക്കെ ഉള്ളത് നോട്ട് ചെയ്യണം കേട്ടോ. എല്ലാ പേഷ്യൻസിന്റെ 50 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും എവരി 50 ഓരോ 15 മിനിറ്റിലും ഒബ്സർവ് ചെയ്യുന്നുള്ളത് റിക്കവറി റൂമിലൊക്കെ ഉള്ളത്. പിന്നെ ലാസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആണ്, അതൊന്ന് വായിച്ചു വെക്കുക. 1ാമത്തെ പോയിന്റ്, ലാസ്റ്റത്തെ പോയിന്റ് പ്രത്യേകം ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. അവിടെ 3 പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാറുണ്ട് 2 പോയിന്റ്. അത് 2 കൂടി നോക്കി വെക്കുക. ബാക്കി വെന്റിലേറ്റർ നമുക്ക് നെക്സ്റ്റ് പുതിയ ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.